ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്, ട്യൂട്ടോറിയൽ. നമുക്ക് ആദ്യം നോക്കുന്ന ഈ ബട്ടൺ, ഇത് ടെൻഷൻ ബട്ടണാണ്. നമ്മുടെ ബേസിക് മെഷീനിലും സെയിം ഉണ്ട്, സൈഡിൽ സ്പ്രിങ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അടുത്തതായിട്ട് മെറ്റൽ സ്പൂൾസ് ആണ്. ഇത് നമ്മുടെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 എണ്ണം ഉണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് താഴ്ത്തി വെക്കാനും പറ്റും. അടുത്തത് ഇത് ബോബിൻ ഇടാനുള്ള ഇതാണ്, അതായത് ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഹാൻഡിലാണ്. ഞാൻ ജസ്റ്റ് ഈ ത്രെഡ് എങ്ങനെയാണ് ഇടുന്നതെന്നൊരു ചെറിയ ഡെമോ കാണിക്കാം. അതിൽ ആദ്യം നമ്മളിവിടെ ഇട്ടിട്ട് ഇവിടെ ആരോ മാർക്സ് ഉണ്ട്, അതുവഴി വന്ന് ഇവിടെ ഒരു കയറ്റിയിട്ട് താഴെ കൂടെ വന്ന് വീണ്ടും മുകളിൽ പോയിട്ട് താഴെ വന്ന നീഡിലിൽ നമ്മളിടുന്നത്. ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോബിൻ കേസ് വെച്ചിരിക്കുന്ന ഒരു പാർട്ട്. ഇതിനുള്ളിൽ നമുക്ക് ബോബിൻസും പിന്നെ കുറേ ഫൂട്ടും ഒക്കെ ഉണ്ട്. അത് വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഫൂട്ടുണ്ടെന്ന്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോബിൻ ആണ് നമുക്കുള്ളത്. നമ്മൾ ബോബിൻ്റെ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് അത് അടയ്ക്കണം. തുറക്കാനും അടയ്ക്കാനും പറ്റും. അത് അടച്ചിട്ട് നമ്മൾ അതിൽ കൂടെ കയറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ബോബിൻ ഇടുന്ന ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഇതിടുന്നത് ഈ മെഷീൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് തുറക്കാം, അതിനുള്ളിലാണ് ഇടുന്നത്. സാധാരണ മെഷീൻ്റെ ഒക്കെ ഉള്ളതുപോലെ തന്നെ ആണ് ചെയ്യുന്നത്. ഇതിങ്ങനെ അടച്ചു വെക്കാം. അടുത്തായിട്ട് നമ്മളിത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്, ഓണും ഓഫും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വയർ കണക്ട് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്. ഇത് നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്, 2 പിന്നാണ്. അത് നമുക്കിങ്ങനെ കുത്തി ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി, നമ്മുടെ പവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നീഡിലിൻ്റെ ഭാഗത്ത് ലൈറ്റ് വരും. LED ലൈറ്റാണ്, ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. LED ലൈറ്റ് ഇങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ഇത് നമുക്ക് നമ്മുടെ ഫൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുന്ന് താഴേക്കാണ് നമ്മുടെ ഈ പെഡൽ അതായത് നമ്മുടെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കാലും കൊണ്ട് ചെയ്യുന്ന ഇതുള്ളത്. അവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കാലും കൊണ്ട്. ഇനിയും നമുക്ക് നോക്കാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ അതായത് നമ്മുടെ നോർമൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ നീഡിലും ഫൂട്ടും നമ്മൾ മുകളിലേക്ക് വെക്കണം. നമ്മുടെ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് ആദ്യം A ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ച് ലെങ്തിൻ്റെ അവിടെ 3 ആണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. 1ഉം 2 ഒക്കെ കുറച്ച് ചെറുതായിരിക്കും. ഇത് വെച്ചിട്ട് വേണം നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനും അത് ഡിറ്റാച്ചബിളാണ്, നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു മെഷീനിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഓഫ് ആക്കിയാൽ നമുക്ക് ഇങ്ങനെ ഓഫ് ആക്കിയിട്ട് വെക്കാം. ഇത് കവർ ചെയ്ത് വെക്കാനും